മറ്റ് രണ്ട് വ്യക്തികളുടെ സെക്ഷൽ ആക്ട് നമ്മൾ കാണുന്ന ആ ഒരു സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തികളെ മാനിക്കുന്നതിൽ നിന്നും നമ്മൾ അതിനെ ഒരു ഒബ്ജക്റ്റാക്കി മാറ്റുക. നമ്മളുടെ ചില ശരീരത്തിൻ്റെയും മാനസികമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വേറെ വ്യക്തികളുടെ ചില ആക്ടിനെ നമ്മൾ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒന്നും നമ്മൾ നിൽക്കുകയല്ല. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ഛായ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് എന്നിലുമുണ്ട്, എൻ്റെ തൊട്ടടുത്തുള്ളൊരു വ്യക്തിയിലുണ്ട്. ആ വ്യക്തി ഒരു സ്ത്രീയാകാം, ഒരു പുരുഷനാകാം, ഒരു കുഞ്ഞാകാം. അവരെ ദൈവത്തിൻ്റെ ഒരു മുഖത്തോടു കൂടി അവരെ കാണാൻ എനിക്ക് സാധിക്കണം. അതിനുള്ള എല്ലാ മുറിവുകളും നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്നും സൗഖ്യം നേടിയേ പറ്റൂ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ യഥാർത്ഥത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. കർത്താവ് പറയുന്നുണ്ടല്ലോ, പൗലോസ്ലീഹയോട് പറയുന്നുണ്ടല്ലോ ഈ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മുള്ളിനെ കുറിച്ച്. ഇത് ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നിൽ നിന്നും നീങ്ങിപ്പോകാനായിട്ട്. പക്ഷെ അത് നീങ്ങിപ്പോകാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി അധികം മാനസികമായിട്ട് വ്യഥ അനുഭവിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് കർത്താവ് ഒരു കാര്യം പറയുന്നത്, മകനെ, നിനക്കെൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. അപ്പോൾ ഈ ബലഹീനത ഉണ്ടാകുക എന്നുള്ളത് ഒരു നാച്ചുറലായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അത് പല നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ കൊണ്ടുണ്ടാകാം. പക്ഷേ നമ്മൾ അവിടെ തന്നെ തങ്ങി നിന്ന് അതിൻ്റെ ഒരു ഷെയിമിൽ, അതിൻ്റെ ഒരു കുറ്റബോധവും ഭാരവും താങ്ങി നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അത് കർത്താവിൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷെയിം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റാനാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈശോയ്ക്ക് അത് എടുത്തു മാറ്റാനായിട്ട് സാധിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമ്മുടെ അതിനൊത്തിരി സാക്ഷികൾ നമ്മളുടെ മുമ്പിലുണ്ട്. വലിയ വലിയ ഭാരങ്ങൾ കംപ്ലീറ്റായിട്ട് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ട് സ്വതന്ത്രമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ വിവാഹ ജീവിതം വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന അനേകായിരങ്ങളുടെ സാക്ഷി നമ്മുടെ മുമ്പിൽ നിൽക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ സൗഖ്യം പരിപൂർണമായിട്ട് ലഭിക്കുവാനായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ജീസസ് ലവ്സ് യു.